നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സാങ്കേതിക തകരാർ മൂലം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനങ്ങൾ തിരിച്ചിറക്കേണ്ടി വരുന്നത് അടുത്തിടെ പതിവ് സംഭവമാവുകയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും ഇതിന് കൃത്യമായ വിശദീകരണം നൽകാൻ എയർ ഇന്ത്യക്ക് സാധിക്കുന്നില്ല. കാലപ്പഴക്കം ചെന്ന വിമാനങ്ങളാണ് വിമാന കമ്പനി ഉപയോഗിക്കുന്നതെന്നും ഇതിനോടകം തന്നെ പരക്കെ ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും തുടരുകയാണ്. അതിനിടെ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പറന്നുയർന്ന വിമാനം തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തി. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ദമാമിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് IX-385 വിമാനം തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു. 2 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. കരിപ്പൂരിൽ നിന്ന് പറന്നുയരവെ വിമാനം റൺവേയിൽ തട്ടിയെന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്നാൽ ഹൈഡ്രോളിക് ഗിയറിന്റെ തകരാറാണോ എന്നും സംശയിക്കുന്നുണ്ട്. ആദ്യം 11:10 വിമാനത്തിന് അടിയന്തര ലാൻഡിംഗ് നടത്താൻ അനുമതി നൽകിയെന്ന വിവരം ലഭിച്ചെങ്കിലും ഇന്ധനം ഒഴുക്കിക്കളഞ്ഞ ശേഷം അടിയന്തര ലാൻഡിംഗ് നടത്തുമെന്ന വിവരം ലഭിക്കുകയായിരുന്നു. തുടർന്ന് വിഴിഞ്ഞം ഭാഗത്തിന് മുകളിലൂടെ പറന്ന വിമാനത്തിലെ ഇന്ധനം കടലിൽ ഒഴുക്കുകയായിരുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഇത് യാത്രക്കാരെയാകെ ഭയപ്പാടിലാക്കുകയാണ്. അതേസമയം അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഒരു എഞ്ചിനിൽ നിന്നും തീ ഉയരുന്നത് കണ്ടതിന് പിന്നാലെ വിമാനം അബുദാബി വിമാനത്താവളത്തിൽ അടിയന്തരമായി തിരിച്ചിറക്കിയ സംഭവം അടുത്തിടെ ഉണ്ടായിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 1000 അടി ഉയരത്തിൽ എഞ്ചിനുകളിൽ ഒന്നിൽ തീജ്വാല കണ്ടെത്തിയതായി DGCA അറിയിക്കുകയായിരുന്നു. പൈലറ്റാണ് തീജ്വാല ആദ്യം കാണുന്നത്. പിന്നാലെ പൈലറ്റ് വിമാനം അബുദാബിയിൽ തന്നെ തിരിച്ചിറക്കുകയായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX-348 വിമാനമാണ് അടിയന്തരമായി ഇത്തരത്തിൽ നേരത്തെ തിരിച്ചിറക്കിയത്. രാത്രി 1 മണിക്ക് അബുദാബിയിൽ നിന്നാണ് വിമാനം പുറപ്പെട്ടത്. ഒരു എഞ്ചിനിൽ സാങ്കേതിക തകരാർ ഉണ്ടാവുകയും തീ പിടിക്കുകയുമായിരുന്നു. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായും എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണെന്നും ഇവരെ ഹോട്ടലിലേക്ക് മാറ്റിയെന്നും വിമാനത്താവള അധികൃതരും അറിയിച്ചിരുന്നു. അതുപോലെ യന്ത്ര തകരാറിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്നിരുന്നു. ഷാർജയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് രാത്രി 8:30 എമർജൻസി ലാൻഡിംഗ് നടത്തിയത്. വിമാനത്തിൽ ആകെ 193 യാത്രക്കാരും 6 ക്രൂ അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. വിമാനം ഇറങ്ങുന്നതിന് മുൻപ് ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് പൈലറ്റ് എമർജൻസി ലാൻഡിംഗിന് അനുമതി തേടുകയായിരുന്നു.